ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുള്ളത് ഫുൾ ഫ്ലെയർഡ് ആയിട്ടുള്ള അംബ്രല്ല കട്ടിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ്. ആദ്യം ഞാൻ ചെറിയൊരു ക്ലോത്തിൽ കാണിക്കാം, അപ്പോൾ കുറച്ചും കൂടി മനസ്സിലാക്കാൻ ഈസി ആയിരിക്കും. പിന്നെ വലിയൊരു ക്ലോത്തിലേക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അത്ര കൺഫ്യൂഷൻ ആവില്ല. അംബ്രല്ല കട്ട് ഡ്രസ്സ് കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും വളരെ ഈസിയാണ്. അപ്പോൾ ഇതുവരെ കൺഫ്യൂഷൻ ഉള്ളവർ ഒന്ന് ശ്രദ്ധിച്ച് വീഡിയോ കാണാം. ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള മെറ്റീരിയൽ വിചിത്ര സിൽക്കാണ്. യോക്ക് പാർട്ടിനും സ്ലീവിനും വേണ്ടിയിട്ടാണ് ഈ ഒരു വർക്ക് വരുന്ന വിചിത്ര സിൽക്ക് മെറ്റീരിയൽ എടുത്തത്. ഇത് 1.5 മീറ്റർ എടുത്തിട്ടുണ്ട്. അംബ്രല്ല കട്ടിൻ്റെ സ്കേർട്ടിൻ്റെ ഭാഗത്തേക്ക് വേണ്ടിയിട്ട് പ്ലെയിൻ ആയിട്ടുള്ള വിചിത്ര സിൽക്ക് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഈ ഒരു മെറ്റീരിയൽ ഞാൻ എടുത്തത് 5.5 മീറ്ററാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും ലെങ്ത്ത് എത്രയാണ് വരുന്നത്, ആ ഒരു ലെങ്ത്തിനനുസരിച്ചിട്ടാണ് എത്ര മീറ്റർ എടുക്കണം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ലൈനിങ്ങിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ക്രേപ്പിൻ്റെ ക്ലോത്താണ്. 4.5 മീറ്റർ എടുത്തിട്ടുണ്ട്. സ്കേർട്ടിൻ്റെ ഭാഗത്തേക്കും യോക്കിനും സ്ലീവിനും വേണ്ടിയിട്ടാണ് ഈ ഒരു ക്രേപ്പ് മെറ്റീരിയൽ ലൈനിങ് ആയിട്ട് ഈ ഒരു ക്രേപ്പ് മെറ്റീരിയൽ എടുത്തിട്ടുള്ളത്. അംബ്രല്ല കട്ടിൻ്റെ സ്കേർട്ടിൻ്റെ ഭാഗത്ത് ലൈനിങ് കൊടുക്കുമ്പോൾ ഫുൾ ഫ്ലെയർഡ് ആയിട്ട് കൊടുക്കുന്നില്ല. അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെയും കൊടുക്കാം. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞതിനേക്കാളും കൂടുതൽ ലൈനിങ് ക്ലോത്ത് എടുക്കേണ്ടി വരും. ഞാനിപ്പോൾ സെമി അംബ്രല്ല കട്ടിൽ കൊടുക്കുന്ന പോലെയാണ് ലൈനിങ് കൊടുക്കുന്നുള്ളത്. ഫസ്റ്റ് നമുക്ക് യോക്ക് ഭാഗം കട്ട് ചെയ്തെടുക്കാം. ലൈനിങ് ക്ലോത്തിൽ ഫസ്റ്റ് തന്നെ നമുക്ക് യോക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കാം. ലെങ്ത്തിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് വേണം മാർക്ക് ചെയ്തെടുക്കാൻ. യോക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത ശേഷം ഞാനിത് കട്ട് ചെയ്ത് മാറ്റിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൽ നിന്ന് ഈ ഒരു പീസ് എടുത്തിട്ടാണ് ഞാൻ ഫ്രണ്ടിലേക്ക് മാത്രമാണ് ഞാൻ ആദ്യം അളവുകൾ മാർക്ക് ചെയ്തെടുക്കുന്നത്. അതിനുശേഷമാണ് ബാക്കിലേക്കുള്ള പീസിലേക്ക് മാർക്ക് ചെയ്തെടുക്കുന്നത്. കാരണം ബാക്കിൽ ഞാൻ സിബ് വെക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ സിബ് വെക്കുന്നില്ലെങ്കിൽ ഒരുമിച്ച് തന്നെ മാർക്ക് ചെയ്തെടുത്താൽ മതി. ഷോൾഡർ എത്രയാണ് വരുന്നത്, ഷോൾഡർ മാർക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ആം ഹോളും കൂടി മാർക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ചെസ്റ്റും കൂടി മാർക്ക് ചെയ്തെടുക്കാം. ചെസ്റ്റ് 8ഉം അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. വേസ്റ്റ് റൗണ്ടിൻ്റെ 4 ഭാഗം ഇവിടെ മാർക്ക് ചെയ്തെടുക്കാം. 7 ഇഞ്ചും അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ആം ഹോളിൻ്റെ ഭാഗത്ത് കുഴിച്ച് മാർക്ക് ചെയ്തെടുക്കാം. ഇനി ഇത് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നതാണ്. അതിന് മുമ്പായിട്ട് നിങ്ങൾ വേസ്റ്റിൻ്റെ റൗണ്ടിൻ്റെ ഭാഗത്ത് താഴെ 1/2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം, തൂങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടി. അത് ഞാൻ മറന്നുപോയിട്ട് രണ്ടാമത് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ രണ്ടാമത് ചെയ്തെടുക്കുന്നത് ഞാൻ കാണിക്കുന്നുണ്ട്, ആ സമയത്ത് ചെയ്താലും മതി. അങ്ങനെ ഫ്രണ്ടിലെ ബോഡി പാർട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിലേക്കുള്ള ആ ഒരു ബോഡി പാർട്ടും കൂടി കട്ട് ചെയ്തെടുക്കാം. ബാക്കിലേത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതേപോലെ ഒന്നുകിൽ വേണമെങ്കിൽ ഇതേപോലെ വെച്ചുകൊടുത്ത ശേഷം 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് വെച്ചുകൊടുത്ത ശേഷം മാർക്ക് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്താലും മതി. ഇപ്പോൾ 7 ഇഞ്ചാണ് ഷോൾഡർ എങ്കിൽ 7.5 ഇഞ്ച് എടുക്കാം. അതേപോലെ ചെസ്റ്റിൻ്റെ വിഡ്ത്ത് എത്രയാണ് വരുന്നത് അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും പിന്നെ എക്സ്ട്രാ ഒരു 1/2 ഇഞ്ചും കൂടി കൂട്ടാം. 1/2 ഇഞ്ച് സിബ് വെക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ താഴെ എത്രയാണ് വരുന്നത്, അതായത് വേസ്റ്റിൻ്റെ റൗണ്ട് എത്രയാണ് വരുന്നത്, ആ റൗണ്ടിൻ്റെ കൂടെ തയ്യൽ തുമ്പും പിന്നെ എക്സ്ട്രാ സിബ് വെക്കാനുള്ള 1/2 ഇഞ്ചും കൂടി മാർക്ക് ചെയ്യുക. എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ആ ഒരു മടക്ക് ഭാഗം വരുന്നുണ്ട്, അതിപ്പോൾ വീഡിയോയിൽ കറക്റ്റ് ആ ഒരു മടക്ക് ഭാഗം കിട്ടിയില്ല, ഞാനത് ശ്രദ്ധിക്കാതെയാണ് വീഡിയോ കറക്റ്റ് കിട്ടുന്നുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നുള്ളത്. അപ്പോൾ ആ ഒരു മടക്ക് ഭാഗത്ത് നിങ്ങൾ 1/2 ഇഞ്ച് വിട്ടിട്ട് ബാക്കിയുള്ള അതേപോലെ ഈ ഒരു ഫ്രണ്ടിലെ ബോഡി പാർട്ട് അതേപോലെ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. എങ്ങനെയാണോ ഈസി ആയിട്ട് തോന്നുന്നത് അതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ലൈനിങ്ങിൽ കട്ട് ചെയ്തെടുത്തിട്ടില്ല, ഈ ഒരു ബോഡി പാർട്ട് വെച്ചിട്ട് നമുക്ക് മെയിൻ മെറ്റീരിയലും കൂടി കട്ട് ചെയ്തെടുക്കാം. മെയിൻ മെറ്റീരിയലിൻ്റെ മുകൾ ഭാഗം കുറച്ചൊന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു ബോഡി പാർട്ട് അതേപോലെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ടിലെ യോക്കും ബാക്കിലെ യോക്കും ഞാൻ വേറെ വേറെയാണ് കട്ട് ചെയ്തെടുക്കുന്നുള്ളത്. കാരണം ബാക്കിൽ സിബ് വെക്കുന്നുള്ളതുകൊണ്ട് തന്നെ 1/2 ഇഞ്ച് എക്സ്ട്രാ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ വേറെ വേറെയാണ് കട്ട് ചെയ്തെടുക്കുന്നില്ല. ഇനിയിപ്പോൾ സിബ് വെക്കാത്തവരാണെങ്കിൽ ഒന്നിച്ച് തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഇതേപോലെയാണ് കട്ട് ചെയ്തെടുക്കാൻ മറന്നെന്ന് പറഞ്ഞത്. അതായത് താഴെ ഭാഗത്ത് വേസ്റ്റ് റൗണ്ടിൻ്റെ ആ ഒരു ഭാഗത്ത് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം ഇതേപോലെ ഷേപ്പ് ചെയ്തെടുക്കുക, എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക. ആം ഹോളും നെക്കും ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നില്ല. ആം ഹോള് ലാസ്റ്റാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത നെക്കെല്ലാം ഫിനിഷ് ആക്കിയ ശേഷം മെയിൻ മെറ്റീരിയൽ നല്ല വൃത്തിക്ക് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സമയത്താണ് കട്ട് ചെയ്തെടുക്കുന്നുള്ളത്. ലൈനിങ്ങിൽ ഞാൻ നെക്ക് കട്ട് ചെയ്യാതിരിക്കാൻ കാരണം ക്യാൻവാസ് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഞാൻ പിന്നീട് അത് ക്യാൻവാസ് കിട്ടാത്തതുകൊണ്ട് തന്നെ ക്യാൻവാസ് വെക്കാതെയാണ് കട്ട് ചെയ്തെടുക്കുന്നുള്ളത്. അപ്പോൾ നെക്ക് ക്യാൻവാസ് വെക്കാത്തവർക്കാണെങ്കിൽ ഈ സമയത്ത് തന്നെ നെക്ക് കട്ട് ചെയ്തെടുക്കാം. ബോഡി പാർട്ടിൽ ഷേപ്പ് ചെയ്യാനുള്ളത് ബാക്കിയുണ്ടല്ലോ, അപ്പോൾ ആ ഒരു ഭാഗത്ത് ഞാൻ ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും യോക്ക് പാർട്ടിൽ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് താഴെ ഭാഗം നമ്മുടെ സ്കേർട്ടിൻ്റെ ഭാഗത്ത് തൂങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഫ്രണ്ട് യോക്കും ബാക്ക് യോക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള സ്ലീവും സ്കേർട്ട് ഭാഗം കൂടി കട്ട് ചെയ്തെടുക്കാം. സ്ലീവ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ക്ലോത്തിനെ 4ആയി മടക്കിയെടുക്കാം. അതിനുശേഷം സ്ലീവിൻ്റെ ലെങ്ത്ത് എത്രയാണ് വരുന്നത് ആ ലെങ്ത്തും അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടി അടയാം. തയ്യൽ തുമ്പ് എടുക്കുമ്പോൾ ലൈനിങ് ഉണ്ടെങ്കിൽ 1 ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്താൽ മതി. ലൈനിങ് ഇല്ലാതെ നമ്മൾ താഴെ ഭാഗം മടക്കി എടുക്കുന്നതാണെങ്കിൽ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് എടുക്കണം. 1.5 ഇഞ്ച് എന്ന് പറയുന്നത് 1/2 ഇഞ്ച് ഷോൾഡർ ഭാഗത്ത് ജോയിൻ ചെയ്യുമ്പോൾ ഉള്ള 1/2 ഇഞ്ചും പിന്നെ 1 ഇഞ്ച് നമ്മൾ സ്ലീവിൻ്റെ താഴെ ഭാഗം മടക്കി അടിക്കുമല്ലോ അതിന് വേണ്ടിയിട്ട് 1 ഇഞ്ചും കൂടിയാണ് എടുക്കുന്നത്. ലൈനിങ് ഉണ്ടെങ്കിൽ ആ 1 ഇഞ്ച് എടുക്കണ്ട, 1/2 ഇഞ്ച് എടുത്താൽ മതി. താഴെ ഭാഗം 1/2 ഇഞ്ച്, ഷോൾഡറിൻ്റെ ഭാഗത്തും 1/2 ഇഞ്ച്, അങ്ങനെ 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച്. സ്ലീവിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത ശേഷം അവിടെ നിന്ന് താഴോട്ടേക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്.
സ്ലീവ് കട്ട് ചെയ്യുന്നതിൽ കൺഫ്യൂഷൻ ഉള്ളവരൊന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഷോർട്ട് വീഡിയോ ചെയ്യാം, അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ടൊരു ഷോർട്ട് വീഡിയോ ചെയ്യാം. സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത് ലൈനിങ്ങിലാണെങ്കിൽ ലൈനിങ് മെയിൻ മെറ്റീരിയലിൻ്റെ മുകളിൽ വെച്ച് കൊടുത്ത ശേഷം അതേപോലെ മെയിൻ മെറ്റീരിയലും കൂടി കട്ട് ചെയ്തെടുക്കുക. അല്ല, മെയിൻ മെറ്റീരിയലാണ് ഫസ്റ്റ് കട്ട് ചെയ്തെങ്കിൽ ഇത് ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്ത് അത് കട്ട് ചെയ്തെടുക്കാം. ഇനി സ്കേർട്ടിൻ്റെ ഭാഗം എങ്ങനെയാണ് കട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് ചെറിയൊരു പീസിൽ ഞാൻ കാണിച്ചു തരാം. ഫുൾ ഫ്ലെയർഡ് ആയിട്ടുള്ള അംബ്രല കട്ടിൽ ഇതുപോലെയാണ്, ഇങ്ങനെ ഒരു സർക്കിളായിട്ടാണ് അംബ്രല കട്ടിൻ്റെ ആ ഒരു സ്കേർട്ട് ഭാഗം വരുന്നത്. ഇത് ഫ്രണ്ടിലേക്കുള്ള പീസും ഇത് ബാക്കിലേക്കുള്ള പീസായിരിക്കും. എന്നാൽ സെമി ഫ്ലെയർഡ് ആയിട്ടുള്ള അംബ്രല കട്ടിലാണെങ്കിൽ ഈ ഒരു ഒറ്റ പീസായിരിക്കും, അത് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇവിടെ കട്ട് ചെയ്താൽ ഇപ്പോൾ 2 പീസായല്ലേ, അങ്ങനെ 2 പീസാണ് സെമി ഫ്ലെയർഡ് ആയിട്ടുള്ള അംബ്രല കട്ടിൽ വരുന്നത്. ഇത് ഫ്രണ്ടിലേക്കും ഇത് ബാക്കിലേക്കായിരിക്കും അതിൽ വരുന്നത്. എന്നാൽ നമ്മളിപ്പോൾ ഇവിടെ കാണിക്കുന്നുള്ളത് ഫുൾ ഫ്ലെയർഡ് ആയിട്ടുള്ള അംബ്രല കട്ടാണ്. ഫുൾ ഫ്ലെയർഡ് ആയിട്ടുള്ള അംബ്രല കട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണമെങ്കിൽ അത്യാവശ്യം നല്ല ക്ലോത്ത് വേണ്ടി വരും, 5-5.5 മീറ്ററെല്ലാം ക്ലോത്ത് വേണ്ടി വരും. എന്നാൽ സെമി അംബ്രല കട്ടിൽ അത്ര ക്ലോത്ത് വേണ്ട, അധികം വരും. സെമി അംബ്രല കട്ടാണ് ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്തുള്ളത് അളവ് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഒരു ഭാഗത്തുള്ള അളവ് എന്ന് പറയുന്നത് ഈ ഒരു ബോഡിയുടെ ഒരു വേസ്റ്റ് റൗണ്ടല്ല, ഇതിന് കറക്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഈ ഇതിൽ കാണിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു ഏകദേശം വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അംബ്രല കട്ടിൻ്റെ സ്കേർട്ടിൻ്റെ ഭാഗത്ത് ഈ ഒരു അളവുണ്ടല്ലോ, ഈ ഒരു അളവും ഈ ബോഡിയുടെ ഈ ഒരു അളവും വേസ്റ്റ് റൗണ്ട് വരുന്ന ഈ ഒരു അളവും കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഞാൻ പിന്നെ പറഞ്ഞുതരാം. അതിന് മുമ്പായിട്ട് ക്ലോത്ത് എങ്ങനെ മടക്കാമെന്നൊക്കെ കാണിച്ചു തരാം. ഇപ്പോൾ ഇത് നമ്മൾ സ്കേർട്ട് അടിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലോത്താണ്, അംബ്രല കട്ടിൻ്റെ സ്കേർട്ട് അടിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലോത്ത്. അപ്പോൾ ഈ ഒരു ക്ലോത്തിൻ്റെ ലെങ്ത്ത് നമ്മളിപ്പോൾ ഒരു 5 മീറ്ററാണ് വാങ്ങിയെങ്കിൽ ഇതാ ഈ ഒരു 5 മീറ്റർ എന്ന് പറയുന്നത് ഇത് ഫുള്ളും 5 മീറ്റർ. ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ക്ലോത്തിൻ്റെ ഒരു വിഡ്ത്ത് ഉണ്ടാവില്ല, 44-42 ഒരു വിഡ്ത്ത് ഉണ്ടാവില്ല, അതെന്ന് പറയുന്നത് ഇങ്ങനെ വരുന്നതാണ് ക്ലോത്തിൻ്റെ വിഡ്ത്ത്. നമ്മളിപ്പോൾ ഒരു 5 മീറ്റർ ക്ലോത്ത് വാങ്ങിയതാണെങ്കിൽ ഫുൾ ഫ്ലെയർഡ് ആയിട്ടുള്ള കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 5 മീറ്ററിൽ ക്ലോത്ത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്തെടുക്കുന്നത് ഈ ഒരു ക്ലോത്തിനെ ഇങ്ങനെ മടക്കിയെടുക്കും. നമ്മൾ ബോഡി പാർട്ടെല്ലാം കട്ട് ചെയ്ത ശേഷമാണ് ഞാൻ പറയുന്നത്. ബോഡി പാർട്ടെല്ലാം കട്ട് ചെയ്ത ശേഷം ഇത് ഇങ്ങനെ 2ആയിട്ട് മടക്കും. ഇങ്ങനെ 2ആയി മടക്കിയ ശേഷം വീണ്ടും ഒരു മടക്കും കൂടി കൊടുക്കും. ഇപ്പോൾ 4ആയിട്ട് മടക്കിയല്ലോ. ഇവിടെ ഇപ്പോൾ ക്ലോസ് ആയിട്ടുള്ള ഭാഗമാണ് വരുന്നത്, ഇത് ഓപ്പൺ ആയിട്ടുള്ള ഭാഗം. ഇപ്പുറത്താണെങ്കിൽ ഫുള്ള് ക്ലോസ് ആയിട്ടുള്ള ഭാഗം. ഇങ്ങനെ 4ആയിട്ട് മടക്കി ഇങ്ങനെ മടക്കിയെടുത്ത ശേഷം വീണ്ടും ഇങ്ങനെ കോണായിട്ട് മടക്കി കൊടുക്കുക. ഇങ്ങനെ കോണായിട്ട് മടക്കിയെടുത്ത ശേഷം ഈ ഭാഗത്തുനിന്ന് ഒരളവ് മാർക്ക് ചെയ്യാനുണ്ട്. ആ ഒരു അളവാണ് ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തെടുത്ത ശേഷം ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും. ആ ഒരു കട്ടിങ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ ഒരു കട്ടിങ് കറക്റ്റ് കിട്ടാൻ ഉള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ വേസ്റ്റ് റൗണ്ട് എത്രയാണോ വരുന്നത് ആ ഒരു വേസ്റ്റ് റൗണ്ടിനെ 6.28 കൊണ്ട് ഹരിക്കണം. ഈ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളെ ബോഡി പാർട്ടിൻ്റെ ഈ ഒരു അളവുണ്ടല്ലോ, ഈ ഒരു അളവ് എന്ന് പറയുന്നത് തയ്യൽ തുമ്പ് അടക്കമുള്ള അളവാണ്. ഇപ്പോൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് എടുക്കുന്ന ആളാണെങ്കിൽ 1 ഇഞ്ച് കൂട്ടാം, അല്ലെങ്കിൽ ഇപ്പോൾ 2 ഇഞ്ചാണോ നിങ്ങൾ തയ്യൽ തുമ്പ് എടുക്കുന്നതെങ്കിൽ ആ ഒരു 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ടുള്ള അളവായിരിക്കണം ഈ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഇവിടത്തേക്ക് ഇപ്പോൾ ഒരു 15 ഇഞ്ചാണ് ഉള്ളതെങ്കിൽ തയ്യൽ തുമ്പടക്കം 15 ഇഞ്ചാണ് ഉള്ളതെങ്കിൽ 15 ഇഞ്ച് മാത്രമല്ല വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത്, 2 ഫ്രണ്ടിലെയും ബാക്കിലെയും അളവാണ് ഈ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ രണ്ട് ബോഡി പാർട്ട് ഉണ്ടല്ലോ, അപ്പോൾ 2ൻ്റെയും അളവ് എടുക്കണം. ഇപ്പോൾ ഇവിടെ 15 ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവിടെയും 15 ആയിരിക്കുമല്ലോ. അപ്പോൾ ആ 15 എന്ന് പറയുന്നത് 30. ഈ 30ആണ് നമ്മുടെ വേസ്റ്റ് റൗണ്ട്. ഈ വേസ്റ്റ് റൗണ്ട് ഹരിക്കണം 6.28 ഇതുകൊണ്ട് ഹരിച്ചിട്ടാകുമ്പോൾ ഒരളവ് കിട്ടും. ആ ഒരളവാണ് നമ്മൾ ഇവിടത്തേക്ക് മാർക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഹരിച്ചപ്പോൾ കിട്ടുന്ന ആ ഒരു ഇപ്പോൾ 4.77 എനിക്ക് കിട്ടിയത്. ആ ഒരു അളവ് ഇവിടുന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എവിടെയാണോ കിട്ടിയിട്ടുള്ളത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ചുറ്റും മാർക്ക് ചെയ്ത് പോയിട്ട് ഒരു റൗണ്ട് പോലെ ഇട്ട് കൊടുക്കുക. എന്താ ഇപ്പോൾ എനിക്ക് 4.77 വരുന്നത് എവിടെയാണോ അവിടെ ഇങ്ങനെ ഒരു അടയാളം ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ചെറിയ ക്ലോത്ത് ആയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു അളവ് ഇട്ട് കൊടുക്കുന്നത് മാത്രമാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ കിട്ടിയെന്ന് വിചാരിക്കുക. അതായത് അളവെടുക്കുമ്പോൾ ഇങ്ങനെ അളവെടുക്കുക, ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ സെൻറ്ററിലായിട്ട് ഇപ്പോൾ 4.77 കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ 4.25 ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക, പിന്നെ ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ടിങ്ങനെ ആ അളവിലൂടെ ഒരു വര വരച്ച് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ നമ്മളെ സ്കേർട്ടിൻ്റെ ഭാഗത്തിൻ്റെ ലെങ്ത് എത്രയാണ്, അതായത് നമ്മൾ ഫുൾ ലെങ്ത് അല്ല നമ്മൾ സാധാരണ എടുക്കുന്നത്. ആ ഒരു ഫുൾ ലെങ്ത്ത് ഈ ഒരു ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് കുറച്ച് കഴിഞ്ഞിട്ടുള്ള ആ ലെങ്ത്താണ് നമുക്ക് ഈ ഒരു സ്കേർട്ട് ഭാഗത്ത് വരേണ്ടത്. ഇപ്പോൾ ഫുൾ ലെങ്ത് എനിക്ക് 50 വരുന്നതെങ്കിൽ ഞാനിപ്പോൾ ഒരു ബോഡി പാർട്ടിന് വേണ്ടിയിട്ട് ഒരു 15 ലെങ്ത് എടുത്തെന്ന് വിചാരിക്കാം. അപ്പോൾ ആ ഒരു 15 കഴിഞ്ഞാൽ ബാക്കി 35 വരുന്നത്. ആ ഒരു 35 എന്ന് പറയുന്ന അളവ് ഇതാ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് പോകണം. ഇങ്ങനെ മാർക്ക് ചെയ്ത് പോകണം. 35 മാത്രം പോരാ, 35ൻ്റെ കൂടെ ഇവിടെ അരയിഞ്ച് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടും വിടണം. പിന്നെ ഇവിടെ മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾ അരയിഞ്ചാണോ 1 ഇഞ്ചാണോ ചെറുതായിട്ട് മടക്കി അടിക്കുന്നവർക്കാണെങ്കിൽ അരയിഞ്ച് മതി, കുറച്ച് വീതിയിൽ മടക്കി അടിക്കുന്നവർക്കാണെങ്കിൽ 1 ഇഞ്ച് വേണം. അപ്പോൾ നമ്മൾ ആ 35ൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് ഇങ്ങനെ അളവ് മാർക്ക് ചെയ്ത് പോകലാന്ന് ഇങ്ങനെ മാർക്ക് ചെയ്ത് പോകണം.
പക്ഷേ അങ്ങനെ മാർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ചിലപ്പോൾ കിട്ടണമെന്നില്ല. ഇങ്ങനെ ഓരോ ഭാഗത്തും ഇങ്ങനെ 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 വെക്കുന്നത് ഒരു കുറച്ച് ബുദ്ധിമുട്ടും കൂടിയാണ്. ചിലപ്പോൾ ചിലവർക്ക് അത് തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം അതിനേക്കാളും ഏറ്റവും നല്ലത് കറക്റ്റ് നിങ്ങൾ മാർക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ നിന്ന് ഇവിടത്തേക്ക് ഇപ്പോൾ 35 തയ്യൽ തുമ്പടക്കം 36 എനിക്കിപ്പോൾ ലെങ്ത്ത് വേണ്ടത്, സ്കേർട്ടിൻ്റെ ലെങ്ത്ത്. അതുകൂടാതെ ഈ ഭാഗത്തുള്ളത് ഇപ്പോൾ 4.75 ഉണ്ട്. 4.77 ആദ്യം നമുക്ക് കിട്ടിയില്ലേ കാൽക്കുലേഷൻ ചെയ്തപ്പോൾ, ഇക്വേഷൻ വെച്ചിട്ട് കാൽക്കുലേഷൻ ചെയ്തിട്ട്. അപ്പോൾ 4.77 ഇവിടത്തേക്ക് മാർക്ക് ചെയ്തല്ലോ. ആ ഒരു അളവും പിന്നെ ഈ ഒരു 36 എന്ന് പറയുന്ന അളവും അത് രണ്ടും കൂട്ടിയിട്ടാകുമ്പോൾ എത്രയാണോ വരുന്നത് 41 സംതിങ് വരും. ആ ഒരു അളവ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതാണ് കറക്റ്റ് നമുക്ക് അംബ്രല്ല കട്ടിൽ താഴെ ഭാഗം നല്ല കറക്റ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്ത് തന്നെ മാർക്ക് ചെയ്ത് പോവാം. അപ്പോൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അളവ് മാത്രമല്ല എടുക്കേണ്ടത്, ഈ ഒരു ഭാഗത്തുള്ള അളവും കൂടി നമ്മൾ അളവിൻ്റെ കൂടെ കൂട്ടണം. മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ 41.2 വരുന്നത് ഇങ്ങനെ കറക്റ്റ്. ഇപ്പോൾ ഇത് 42.2 വരുന്നത് ഇവിടെയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ആ ഒരു അളവ് ഇങ്ങനെ മാർക്ക് ചെയ്ത് പോവാം. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ടാപ്പ് ഈ ഒരു കൈ ഇങ്ങനെ വെച്ചത്, ഈ ഒരു ഭാഗത്ത് കൈ വെച്ചത് എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ ആണെങ്കിലോ ഇത് ഇങ്ങനെ മാർക്ക് ചെയ്ത് പിന്നെ വീണ്ടും ഇങ്ങനെ മാർക്ക് ചെയ്ത്, അപ്പോൾ ഈ ഒരു വട്ടം എന്ന് പറയുന്നത് ചെറുതായിരിക്കും, ഈ ഒരു വട്ടം എന്ന് പറയുന്നത് വലുതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതിപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിയിട്ട് അങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനേക്കാൾ ഏറ്റവും നല്ലത് ഇങ്ങനെ പോകുന്നതാ. ഇത് മാത്രം, ഈ ഒരു ടാപ്പ് മാത്രം, ഈ ഒരു കൈ മാത്രം ഇങ്ങനെ മൂവ് ചെയ്ത് പോയാൽ മതി. മറ്റേതാകുമ്പം ഇങ്ങനെ പോകേണ്ടി വരും. അപ്പോൾ ഇതാ ഇവിടെ ഞാനിപ്പോൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. മൊത്തം ഇങ്ങനെ മാർക്ക് ചെയ്ത് പോവാം. ഇപ്പം ഞാനിതിങ്ങനെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മാർക്ക് ചെയ്തത് കട്ട് ചെയ്തെടുക്കുക. ഫസ്റ്റ് ഇത് കട്ട് ചെയ്തെടുക്കുക, അതിനുശേഷം മുകൾ ഭാഗം കട്ട് ചെയ്തെടുത്താൽ മതി. ഇത് ലാസ്റ്റ് കട്ട് ചെയ്തെടുക്കുക. കാരണം നമ്മളിതിപ്പോൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത ശേഷം അത് ആ ഒരു റൗണ്ടിൽ വരുന്നതല്ല, ഇങ്ങനെ ഒരു വലിവ് പോലെ വരുന്നതല്ല. റൗണ്ടിൽ കട്ട് ചെയ്തതെല്ലാം ഒരു വലിച്ചിൽ വരും, എനിക്കൊരു ഇലാസ്റ്റിക് പോലെ, അങ്ങനെ ഒരു ഇലാസ്റ്റിക് അതിനുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ അളവെടുത്തത് ഇപ്പോൾ നമുക്ക് കറക്റ്റ് ഇവിടെ കിട്ടേണ്ടത് ഇപ്പോൾ ഒരു ഭാഗത്ത് 15 ഒരു ഭാഗത്ത് 15 അല്ലേ. അപ്പോൾ ആ ഒരു 15 കറക്റ്റ് ഇവിടെ കിട്ടണമല്ലോ. പക്ഷെ നമ്മളത് നേരത്തെ കട്ട് ചെയ്തിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടെങ്കിൽ നമ്മളതിപ്പോൾ ഇങ്ങനെ തന്നെ മടക്കി വെച്ചാൽ മതി. എന്തെങ്കിലും ഒരു പിന്നും കുത്തി വെച്ചിട്ട് ഇങ്ങനെ തന്നെ മടക്കി വെച്ചാൽ മതി. നിങ്ങളെപ്പോഴാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ആ സമയത്ത് മാത്രം ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ ആ ഒരു ഇലാസ്റ്റികത ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒരു 15 ഇവിടെ കിട്ടേണ്ടതാണെങ്കിലും ഈ ഒരു തുണി ഇങ്ങനെ വലിഞ്ഞിട്ട് പുറത്തേക്ക് പോകാൻ ഒരു 1/2 ഇഞ്ചോ 1 ഇഞ്ചോ ഒക്കെ എക്സ്ട്രാ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ലാസ്റ്റ് ഇപ്പോൾ നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ തന്നെ ഇതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ ശേഷം ലാസ്റ്റ് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇനി ഇതിൽ പറയാനുള്ളത്, ഇതിപ്പോൾ നമുക്ക് ഒരു ഭാഗത്ത് ഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇത്രയും പീസ് ഇല്ല. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പീസ് ഉണ്ടല്ലേ, ഇവിടെ നിന്നല്ല ഇപ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തത്, ഈ ഒരു പീസിൽ നിന്ന് ആണ് ബാക്കിയുള്ള പീസ് ഇവിടെ കൂട്ടേണ്ടത്. പക്ഷേ ഇത് നമുക്ക് ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്തെടുക്കുന്ന ഈ ഒരു അംബ്രല്ല കട്ടിലാണെങ്കിൽ ലെങ്ത്ത് അത്ര വലിയ ലെങ്ത്ത് ഇല്ല. ഒരു 15 വയസ്സോ 14 വയസ്സായ കുട്ടിക്കാണ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൾക്ക് അത്ര ലെങ്ത്ത് ഇല്ലാത്തതുകൊണ്ട് എനിക്കിതിപ്പോൾ കട്ട് ചെയ്യാനായത് ഇതാ, ഇപ്പോൾ ഇവിടെ മുതൽ ഇവിടം വരെയാണ് നമുക്ക് ലെങ്ത്ത് ഉള്ളതെങ്കിൽ ഇതാ നമുക്ക് ഈ ഒരു എക്സ്ട്രാ പീസ് കൂട്ടേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ലെങ്ത്ത് കൂടിയതുകൊണ്ടല്ലേ ഈ എക്സ്ട്രാ പീസ് കൂട്ടാനായത്. നമുക്കിപ്പോൾ ചെറിയ കുട്ടികൾക്കെല്ലാണെങ്കിൽ ഹൈറ്റ് കുറഞ്ഞവർക്കെല്ലാണെങ്കിൽ ലെങ്ത്ത് കൂട്ടേണ്ട ആവശ്യം വരില്ല, ഈ ഒരു പീസ് കൂട്ടേണ്ട ആവശ്യം വരില്ല. ഇവിടുന്ന് ഇപ്പോൾ ഏകദേശം ഇവിടെ വരാണെങ്കിൽ ഇങ്ങനെ നമ്മൾ റൗണ്ട് എടുത്ത് ഇവിടെ വരാണെങ്കിൽ ഇപ്പോൾ കട്ട് ചെയ്തെടുത്താൽ കറക്റ്റ് പീസ് കിട്ടുമല്ലോ. സാധാരണ ലെങ്ത്ത് നല്ല ഹൈറ്റ് ഉള്ളവർക്കെല്ലാണെങ്കിൽ കുറച്ച് വലിയവർക്കെല്ലാണെങ്കിൽ എന്തായാലും ഇതുപോലെ ഒരു പീസ് കൂട്ടേണ്ടി വരും. സാധാരണ നമ്മുടെ ക്ലോത്ത് എല്ലാം വരുന്നത് ഒരു 44-42 വീതിയല്ലേ വരുന്നല്ലോ. അതുകൊണ്ട് എന്തായാലും ഇങ്ങനെ ഒരു പീസ് ലെങ്ത്തുള്ള ഒരു അംബ്രല്ല കട്ടിനാണെങ്കിൽ കൂട്ടേണ്ടി വരും. വീതി കൂടിയ ക്ലോത്ത് ആണെങ്കിൽ ഇങ്ങനെ വരില്ല. വീതി കൂടുതലാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ക്ലോത്ത് ഇവിടം വരെ എത്തുമല്ലോ. അപ്പോൾ ഈ ഒരു പീസ് എങ്ങനെയാണ് കൂട്ടേണ്ടതെന്നും കൂടി കാണിക്കാം. ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ ഇതാ ഇപ്പോൾ ഇവിടെ വീതി കൂടുതൽ വേണം, ഇവിടെ ആണെങ്കിൽ കുറച്ച് മതി. അപ്പോൾ ഈ ഒരു ഭാഗം ഇത് എങ്ങനെ വെച്ചാലാണ് കറക്റ്റ് നമുക്ക് ഈ ഒരു അളവിൽ കിട്ടാൻ നോക്കാം. അപ്പോൾ ഈ ഒരു ഭാഗത്ത് വീതി കൂടുതലുണ്ട്, ഇത് കുറഞ്ഞ ഭാഗം. അപ്പോൾ ഈ ഒരു പീസ് ഈ സ്കേർട്ടിൻ്റെ ഭാഗത്തുള്ള ഈ ഒരു പീസ് ഇതേപോലെ ഇങ്ങനെ മടക്കി കൊടുക്കുക. അതിനുശേഷം ഇതിങ്ങനെ വെച്ച് കൊടുക്കുക, ഇങ്ങനെ കറക്റ്റ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇപ്പോൾ തയ്യൽ തുമ്പ് ഇവിടെ നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ ഭാഗത്ത് ഒരു 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ തയ്യൽ തുമ്പ് പോവും. അതേപോലെ നമ്മളിപ്പോൾ എക്സ്ട്രാ ഒരു പീസ് വെച്ച് കഴിഞ്ഞാൽ അതിനും വേണമല്ലോ തയ്യൽ തുമ്പ്. അപ്പോൾ ആ ഒരു തയ്യൽ തുമ്പും കൂടി കൂട്ടിയിട്ട് ഇപ്പോൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് എക്സ്ട്രാ ഇവിടത്തേക്ക് എടുത്ത് ഇതിന് കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ പാടില്ല. നമ്മളിപ്പോൾ തയ്യൽ തുമ്പ് ഇവിടെ വിട്ടിട്ടില്ല, അതായത് കറക്റ്റായിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട് ഒരു 1 ഇഞ്ച് വിട്ടിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ വേറൊന്നും കൂടിയുണ്ട്, വേറൊരു ഐഡിയയും കൂടിയുണ്ട്. ഇങ്ങനെയെന്ന് വെച്ചാൽ ഇതിപ്പോൾ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ടില്ലല്ലോ, അതിന് പകരം 1/2 ഇഞ്ച് ഇങ്ങനെ കയറ്റി വെക്കാം. അപ്പോൾ 1/2 ഇഞ്ച്
ഇവിടത്തേക്കും അരയിഞ്ച് വന്നു, ഇവിടത്തേക്ക് അരയിഞ്ച് വന്നു. ഈ ഒരു തയ്യൽ തുമ്പ് കറക്റ്റ് ആവുമല്ലോ. എന്നിട്ട് ഇതിപ്പോൾ കറക്റ്റ് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. അതിനേക്കാളും നല്ലത് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ഇതേപോലെയാണ് കറക്റ്റ് നല്ലത് ചെയ്തെടുക്കുന്നത്. ഇപ്പം നിങ്ങൾക്കിപ്പോൾ പേടിയാണെങ്കിൽ, പൊരിഞ്ചെടുക്കുന്നത് പേടിയാണെങ്കിൽ, തികയോ ഇനി ലാസ്റ്റ് കുറഞ്ഞു പോകുന്നുള്ള പേടിയുണ്ടെങ്കിൽ കുറച്ചധികം തന്നെ ക്ലോത്ത് ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. കുറച്ചധികം തന്നെ ക്ലോത്ത് കട്ട് ചെയ്തെടുത്ത ശേഷം ഇപ്പോൾ അധികം ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ട് കാണിക്കാം. ഇതേപോലെ കട്ട് ചെയ്തെടുത്തു. ഈ ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത ശേഷം അറ്റാച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് പറയാൻ വിട്ടുപോയി. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതാ ഇങ്ങനെയല്ല നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്ത്, ഇങ്ങനെയല്ല കട്ട് ചെയ്ത്. അപ്പോൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഇങ്ങനെ കറക്റ്റ് ലെവലായിട്ട് വെക്കണ്ട. ഇങ്ങനെ കുറച്ചൊരു 1/2 ഇഞ്ച് ഇപ്പുറത്തേക്ക് ഉന്തിയിട്ട് വെക്കണം. ഇങ്ങനെ തള്ളിയിട്ട് 1/2 ഇഞ്ച് തള്ളിയിട്ട് വെക്കണം. ഇതാ ഈ ഒരു ഭാഗത്ത് ഇതിപ്പോൾ ഈ ഒരളവ് വരുന്നത് ഇവിടെയാണ്. അതിനേക്കാളും കുറച്ച് പുറത്തേക്കൊന്ന് തള്ളിയിട്ട് വേണം ഇത് വെച്ച് കൊടുക്കാൻ. അതെന്തിനാണെന്നുള്ളത് പറയാം. ഇപ്പോൾ ഈ 4 പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു പീസ് ഇങ്ങനെ ഫോൾഡായിട്ടാണ് വരുന്നതെങ്കിൽ, ഇത് രണ്ടും ഫോൾഡ് അല്ലാതെ തന്നെ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. ഇത് ഫോൾഡായിട്ടാണ് വരുന്നില്ലെങ്കിൽ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 4 പീസ് ഇതേപോലെ വന്ന് 4 പീസ് വന്നേ. ഇനിയിപ്പോൾ ഇതിൽ അറ്റാച്ച് ചെയ്യേണ്ട എങ്ങനെയെന്നും കൂടി കാണിക്കാം. അതിന് മുമ്പായിട്ട് ഇതാ ഇതിങ്ങനെ ഓപ്പൺ ആക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു അളവും കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ഒരു അളവ് കൂടി കട്ട് ചെയ്തെടുത്ത് ഇങ്ങനെ 2 പീസാണ് വരുന്നത്. 2 പീസാണ് വരുന്നത്, ഫ്രണ്ടിലേക്കുള്ള പീസും ബാക്കിലേക്കുള്ള പീസും. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമുക്കിപ്പോൾ ഇത് അറ്റാച്ച് ചെയ്യേണ്ടത്. ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ടാകുമ്പോൾ ഇതാ ഇതേപോലെയുള്ള ഫ്ലെയർ റൗണ്ട്, ഇതുപോലെയുള്ള റൗണ്ട് നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പീസ് ഇങ്ങനെ ഇപ്പോൾ മടക്കിയല്ലോ. ഇതാ നമ്മളിപ്പോൾ ഇത് ഈ ഒരു സ്കേർട്ടിൻ്റെ ഭാഗത്ത് ഒരു പീസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. അതിപ്പോൾ ഇങ്ങനെ പീസ് വെച്ച് കൊടുക്കാം. ഇതാ ഇങ്ങനെ വരും. ഇങ്ങനെയല്ല വരുന്നത് ഈ ഒരു പീസ്. അറ്റാച്ച് ചെയ്ത ശേഷം ഈ ഒരു പീസ് ഇങ്ങനെ വരും. ഇങ്ങനെ വന്നാൽ ഈ ഒരു ഭാഗം നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇതാ ഈ ഒരു ഭാഗം പിടിച്ച് കറക്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതാ കറക്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് എല്ലാം കറക്റ്റ് ആയിരിക്കണം. ഈ ഒരു ഭാഗത്ത് അടിഭാഗവും മുകൾ ഭാഗവും ഒക്കെ കറക്റ്റ് ആയിരിക്കണം. പിടിച്ചാൽ നിൽക്കാത്ത തുണിയാണെങ്കിൽ ഒരു പിന്നെ ഇവിടെ എല്ലാം കുത്തി കൊടുത്താൽ മതി. സ്ലിപ്പായി പോകുന്ന മെറ്റീരിയൽ ഉണ്ടാവില്ല, അപ്പോൾ പിന്നെ കുത്തി കൊടുത്താൽ മതി. കോട്ടനൊക്കെ ആണെങ്കിൽ വലിയ പ്രശ്നമില്ല. അപ്പോൾ ഇതാ ഇങ്ങനെ വന്നല്ലോ. ഈ ഒരു പീസ് ഇവിടത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്ത ശേഷം ഇപ്പോൾ നമ്മൾ ഇത് ഈ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നതാണ്. ഇപ്പോൾ ഇത് ഞാൻ തയ്ച്ചിട്ട് കാണിക്കുന്നതല്ല, എക്സാമ്പിളായിട്ട് പറയുന്നതല്ല. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇതിപ്പോൾ നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടുള്ളത് എന്തിനാണെന്ന് വെച്ചാൽ ഇതൊരു തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ് എടുത്തത്. പക്ഷെ നമ്മളിപ്പോൾ ഇത് ഇവിടെ അറ്റാച്ച് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇത് എക്സ്ട്രാ നമ്മൾ എടുത്തപ്പോൾ 1 ഇഞ്ചിന് പകരം നമ്മളിപ്പോൾ 2 ഇഞ്ചിലാണ് എടുത്തതെങ്കിൽ ഇങ്ങനെ ഒരു പീസ് പുറത്തേക്ക് വരുന്നുണ്ട് എന്ന് വിചാരിക്കുക. ഈ ഭാഗത്തേക്ക് എന്തായാലും വരില്ല, നമ്മളത് കറക്റ്റായിട്ടല്ല ചെയ്തിട്ടില്ല. ഈ ഭാഗത്തേക്ക് ഇങ്ങനെ വരുമല്ലോ, താഴ്ഭാഗം ഈ ഭാഗത്തെല്ലാം കറക്റ്റായിട്ട് വരുമല്ലോ, അല്ല അധികമായിട്ട് വരുമല്ലോ. ഈ ഭാഗത്തേക്കും ഈ ഭാഗത്തേക്കെല്ലാം അധികമായിട്ട് വരുമല്ലോ. അപ്പോൾ ഈ ഒരു പീസിനെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഈ ഒരു ഭാഗം അളവ് കറക്റ്റാണല്ലോ, ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റ് അളവ് കിട്ടും. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ അധികം ഇപ്പോൾ എടുത്താലും പേടിക്കണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രൂപത്തിലും കൂടി കാണിച്ചു തന്നത്. അപ്പോൾ ഈ ഒരു പീസ് ഇതുപോലെ വരും. അപ്പോൾ അതേപോലെ മറ്റേ പീസിലും കൂടി ചെയ്യാം. അപ്പോൾ ഇതെന്നെ അറ്റാച്ച് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു ബോഡിയിലേക്ക് ഇതാ ഈ ഒരു സ്കേർട്ടിൻ്റെ ഭാഗം ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഞാൻ അളവൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിങ്ങനെ പുറത്തേക്കല്ല എന്നുള്ളത് ഒരു ഏകദേശം വെച്ചിട്ടില്ല കട്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ മെയിൻ മെറ്റീരിയൽ ആകുമ്പോൾ കറക്റ്റ് ഇതേപോലെ ആ ഒരു അളവിൽ 6.28 വെച്ച് നമ്മുടെ വേസ്റ്റ് റൗണ്ടിനെ ഡിവൈഡ് ചെയ്താൽ കറക്റ്റ് ഇതിങ്ങനെ കറക്റ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ഫ്ലോയി മെറ്റീരിയൽ ആണെങ്കിൽ ജോർജറ്റ് അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ചധികം ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയൽ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനത്തെ മെറ്റീരിയലെല്ലാം ആണെങ്കിൽ വലിവുള്ള മെറ്റീരിയലെല്ലാം ആണെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ ഇതാ ഈ ഒരു കോൺ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തല്ലോ. കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്കിവിടെ അളവ് കിട്ടിയതെന്ന് പറയുന്നത് 4 വേസ്റ്റ് ഈ ഒരു വേസ്റ്റ് റൗണ്ടിനെ 6.28 കൊണ്ട് ഹരിച്ചപ്പോൾ കിട്ടിയൊരു അളവുണ്ടല്ലോ. ഇപ്പോൾ 4.4 എനിക്ക് കിട്ടിയതെന്ന് വിചാരിക്കുക. ഈ 4.25 നമ്മളിപ്പോൾ 4.25 തന്നെ എടുക്കാതെ ഒരു 4 ഇഞ്ചെല്ലാം കുറച്ചിട്ടെടുക്കുക. ഒരു 4.5 എടുത്താൽ ഇവിടുന്ന് ഇപ്പോൾ ഒരു 4.5 എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മളിപ്പോൾ ആ ഒരു മെറ്റീരിയൽ ഇങ്ങനെ ഒരു വലിഞ്ഞിട്ട് കുറച്ച് അധികം ആവുന്നില്ല, ഇലാസ്റ്റിക് പോലെ ഒരു വലിച്ചലുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ ഒരു വലിച്ചൽ വന്നാൽ തന്നെ നമ്മളെ ഒരു ഇവിടെ ഒരു 4 ഇഞ്ച് കുറച്ചുകൊണ്ട് 4 ഇഞ്ചോ 1/2 ഇഞ്ചോ കുറച്ചതുകൊണ്ട് തന്നെ വലിഞ്ഞാൽ
ചെയ്താലും ഈ ഒരു വേസ്റ്റ് റൗണ്ടിന് കറക്റ്റായിട്ടായിരിക്കും കിട്ടുന്നത്. പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. അംബ്രല്ല കട്ടിൻ്റെ സ്കേർട്ടിൻ്റെ ഭാഗം മെയിൻ മെറ്റീരിയൽ എങ്ങനെ കട്ട് ചെയ്യുന്നതെന്നും കൂടി കാണിക്കാം. ഈ ഒരു ക്ലോത്തിൻ്റെ വീതി ഭാഗം ഇങ്ങനെ വരും. അതേപോലെ നീളം ഭാഗം നമ്മളിപ്പോൾ 5-5.5 മീറ്റർ വാങ്ങുന്നുണ്ടല്ലോ, ആ നീളം ഭാഗമാണ് ഇപ്പോൾ ഞാനിങ്ങനെ കൈ കൊണ്ട് കൂട്ടി എടുക്കുന്നുള്ളത്, ആ ഒരു നീളം ഭാഗം. അപ്പോൾ നീളത്തിനനുസരിച്ചിട്ട് രണ്ടായിട്ട് മടക്കുക. നമ്മൾ ചെറിയ ക്ലോത്തിൽ കാണിച്ചിട്ടുണ്ടല്ലോ അതുപോലെ ഇതേപോലെ രണ്ടായിട്ട് മടക്കുക. ഇനി ആ ഒരു മടക്ക് വശത്ത് നിന്ന് വീണ്ടും ഒന്നും കൂടി മടക്കുക. അപ്പോൾ 4ആയിട്ട് മടക്കിയല്ലോ. 4ആയി മടക്കിയ ശേഷം ഇതുപോലെ കോണായിട്ട് മടക്കി കൊടുക്കുക. ചെറിയ ക്ലോത്തിൽ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ, അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ഇനി ഒരു കോർണർ ഭാഗത്ത് നമുക്കൊരു അളവ് മാർക്ക് ചെയ്തെടുക്കാനുണ്ട്. ആ ഒരു അളവ് കിട്ടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ, ഈ ഒരു വേസ്റ്റ് റൗണ്ട് എടുത്തിട്ട് അതിനെ 6.28 കൊണ്ട് ഹരിക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ വേസ്റ്റ് റൗണ്ട് എടുത്തിട്ടുണ്ട്. എനിക്ക് ഒരു ഭാഗം ഒരു ബോഡി പാർട്ടിന് വരുന്നത് 15, അതേപോലെ ബാക്ക് പാർട്ടിനും കൂടി വരുന്നത് 15, രണ്ടും കൂടി 30 ഡിവൈഡഡ് ബൈ 30 ഹരിക്കണം 6.28. അത് ചെയ്തപ്പോൾ കിട്ടുന്നത് 4 സംതിങ് ആണ്. അപ്പോൾ ആ ഒരു 4.77 വരുന്നത്. അപ്പോൾ ആ ഒരു 4.77 ഈ ഒരു കോർണർ ഭാഗത്ത് നിന്ന് ഞാൻ താഴേക്ക് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളെ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് എത്രയാണ് വരുന്നത്, ആ ഒരു ലെങ്ത്തിൻ്റെ കൂടെ തയ്യൽ തുമ്പും അതുകൂടാതെ നമ്മൾ മുകളിൽ മാർക്ക് ചെയ്തെടുത്തിട്ടില്ല 4.77 ഉണ്ടല്ലോ, അതും കൂടി കൂട്ടിയിട്ട് ഞാൻ ഇത് ഫുള്ളായിട്ട് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു കൈ കൊണ്ട് മുകൾ ഭാഗത്ത് ടാപ്പ് പിടിച്ചിട്ട് ബാക്കിയുള്ള ഭാഗത്ത് ഫുള്ളായിട്ട് റൗണ്ടിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വേസ്റ്റ് റൗണ്ടിൻ്റെ ആ ഒരു ഭാഗം മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതും കൂടി ഈ സമയത്ത് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണ്. നമ്മൾ 1-2 ദിവസം കഴിഞ്ഞിട്ടുള്ള സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതാണെങ്കിൽ കട്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്, വലിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഈ കട്ട് ചെയ്ത ഭാഗം അളവ് കറക്റ്റാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് അളന്ന് നോക്കുന്നുണ്ട്. അതായത് നമ്മളെ ബോഡി പാർട്ടിൻ്റെ ആ ഒരു വേസ്റ്റ് റൗണ്ടും ഈ ഒരു റൗണ്ടും കറക്റ്റ് അളവിൽ കിട്ടണമല്ലോ. അപ്പോൾ അളന്ന് നോക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്, കൂടാനോ കുറയാനോ പാടില്ലാതെ. അപ്പോൾ നമ്മളത് കറക്റ്റ് മെഷർമെൻറ്റ് എടുത്തിട്ട് 6.28 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കറക്റ്റ് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ എനിക്കിതിപ്പോൾ കറക്റ്റായിട്ടാണ് ലെങ്ത് എല്ലാം കിട്ടിയത്. എക്സ്ട്രാ പീസ് ഞാനിപ്പോൾ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ, ചെറിയ പീസിൽ അങ്ങനെ എക്സ്ട്രാ പീസൊന്നും അംബ്രല്ല കട്ടിൻ്റെ താഴെ ഭാഗം വെക്കേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. കാരണം ഇത് ഒരു 14 വയസ്സായ കുട്ടിക്കാണ്. അപ്പോൾ അവളുടെ ലെങ്ത്ത് ഈ ഒരു ക്ലോത്തിൽ കറക്റ്റായിട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ എക്സ്ട്രാ പീസ് കൂട്ടേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു സ്കേർട്ട് ഭാഗത്ത് ലൈനിങ് വേണമല്ലോ, ആ ലൈനിങ്ങും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ലൈനിങ് കട്ട് ചെയ്തെടുക്കുന്നത് സെമി അംബ്രല്ല കട്ടിലാണ്, ഫുൾ ഫ്ലെയർഡായിട്ട് കട്ട് ചെയ്തെടുക്കുന്നില്ല. ഫുൾ ഫ്ലെയർഡായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം, പക്ഷേ അതിൽ കുറച്ചധികം കൂടി ക്ലോത്ത് വേണ്ടി വരും. ലൈനിങ് ആണെങ്കിൽ സെമി അംബ്രല്ല ആയാലും പ്രശ്നമില്ലല്ലോ. അപ്പോൾ ലൈനിങ് ക്ലോത്ത് ഇതുപോലെ രണ്ടായിട്ട് മടക്കാം. ഈ രണ്ടായി മടക്കിയതിനെ കോണായിട്ട് മടക്കാം. സെമി അംബ്രല്ല കട്ടിൽ രണ്ടായിട്ട് മാത്രമേ മടക്കണ്ടൂ, അതിനുശേഷം കോണായിട്ട് മടക്കലാണ്. മറ്റേതിലാണ് നമ്മൾ 4ആയിട്ട് മടക്കിയിട്ട് കോണായിട്ട് മടക്കുന്നത്. ഇതിപ്പോൾ കോണായിട്ട് മടക്കിയ ശേഷം നമ്മൾ അളവുകൾ മാർക്ക് ചെയ്തെടുക്കാം. അളവുകൾ മാർക്ക് ചെയ്തെടുക്കുമ്പോൾ മറ്റേതിലാണെങ്കിൽ വേസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് ബൈ 6.28 അല്ല എടുത്തത്. ഇവിടെ അത്ര എടുക്കാൻ പാടില്ല. നമ്മളിപ്പോൾ സെമി അംബ്രല്ലയിൽ കട്ട് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മളെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ, ഇപ്പോൾ എനിക്കുള്ളത് വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 30 ഹരിക്കണം 3.14, അത് വെച്ചിട്ട് ഹരിച്ചാൽ നമുക്ക് കറക്റ്റ് ആ ഒരു അളവ് കിട്ടും. ആ ഒരു കറക്റ്റ് അളവ് ആ ഒരു മുകളിൽ കോൺ ഭാഗമുണ്ട് അവിടെ നിന്ന് താഴോട്ടേക്ക് മാർക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ മറ്റേ മെയിൻ മെറ്റീരിയലിൽ അളവുകളൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ലെങ്ത്തൊക്കെ മാർക്ക് ചെയ്ത പോലെ അതുപോലെ മാർക്ക് ചെയ്തെടുക്കുക. തയ്യൽ തുമ്പും കൂടി കൂട്ടണം, ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കുക. ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ മെയിൻ മെറ്റീരിയലിൽ ഇപ്പോൾ ലെങ്ത്ത് 40 മാർക്ക് ചെയ്തെങ്കിൽ ലൈനിങ്ങിൽ 40 തന്നെ എടുക്കാൻ പാടില്ല, ഒരു 2 ഇഞ്ച് കുറച്ചിട്ട് മാർക്ക് ചെയ്തെടുക്കണം. നേരത്തെ കട്ടിങ്ങിൻ്റെ സമയത്ത് ഞാൻ നെക്ക് ഭാഗം കട്ട് ചെയ്തിരുന്നില്ല, അപ്പോൾ ഇപ്പോഴാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ഇത് ലൈനിങ്ങിലാണ് കട്ട് ചെയ്യുന്നത്, മെയിൻ മെറ്റീരിയൽ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നില്ല. മെയിൻ മെറ്റീരിയലിൽ ആ ഒരു ഷോൾഡർ ഭാഗത്ത് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളെ നെക്ക് വിടുത്ത് എത്രയാണ് വരുന്നത്, ആ ഒരു നെക്ക് വിടുത്ത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഈ നെക്ക് വിടുത്തിന് കറക്റ്റായിട്ട് കട്ട് ചെയ്ത നെക്ക് വെച്ച് കൊടുക്കുക. ഇനി ഫുള്ളായിട്ട് ഒരു 4 ഇഞ്ച് വിട്ടിട്ട് അടിച്ചു കൊടുക്കുക. ഇനി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഭാഗം എക്സ്ട്രാ ഉള്ളത് ഒന്ന് കട്ട് ചെയ്തിട്ട് ഫുള്ളൊരു ചെറിയ കട്ടിട്ട് കൊടുക്കുക. ഒന്ന് തിരിച്ചിടുമ്പോൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ചെറിയ കട്ടിട്ട് കൊടുക്കുക. മറിച്ചിട്ട ശേഷം അതിൻ്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുക. അങ്ങനെ ഫ്രണ്ട് നെക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഈ മെയിൻ മെറ്റീരിയലും ലൈനിങ് പാർട്ടും കറക്റ്റ് ലെവലിലൊന്ന് വെച്ച് കൊടുത്ത ശേഷം ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ടും കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുക ഫുള്ളായിട്ട്. ആം ഹോളിൻ്റെ ഭാഗം ഈ സമയത്ത് കട്ട് ചെയ്ത് കൊടുക്കുക. ആം ഹോൾ മെയിൻ മെറ്റീരിയൽ നമ്മൾ കട്ട് ചെയ്തില്ലല്ലോ, അപ്പോൾ കറക്റ്റ് ആ ഒരു ലൈനിങ്ങിൻ്റെ ആം ഹോളിന് കറക്റ്റായിട്ട് മെയിൻ മെറ്റീരിയലിൻ്റെ ആം ഹോൾ കട്ട് ചെയ്തെടുക്കുക. ഇനി ബാക്ക് പാർട്ടിൻ്റെ നെക്കാണ് കട്ട് ചെയ്തെടുക്കുന്നുള്ളത്. നെക്ക് കട്ട് ചെയ്തെടുത്ത ശേഷം ഞാൻ ഇതിൽ സിബാണ് വെക്കുന്നത്. ഇൻവിസിബിൾ സിബാണ് ഞാനിപ്പോൾ ഇതിൽ വെച്ച് കൊടുക്കുന്നുള്ളത്. ഇൻവിസിബിൾ സിബ് വെക്കുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഡൗട്ടുള്ളവർ ആ ഒരു വീഡിയോ ഒന്ന് നോക്കുക. ആ ഒരു ഷോർട്ട് വീഡിയോ കണ്ടാൽ തന്നെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും ഈ ഇൻവിസിബിൾ സിബ് എങ്ങനെ അറ്റാച്ച് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ സിബിൻ്റെ വർക്കും കൂടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലും ഇതേപോലെ നമ്മൾ ആം ഹോൾ വെട്ടാതെ വെച്ചിട്ടുണ്ടല്ലോ ഈ ഒരു മെയിൻ മെറ്റീരിയൽ, ഇതിലും അതേപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലൈനിങ്ങും ഈ ഒരു മെയിൻ മെറ്റീരിയലും കൂടി ഒന്ന് ഫുള്ളായിട്ടൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഈ ഒരു എക്സ്ട്രാ വരുന്ന സിബ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി ഈ 2 ബോഡി പാർട്ടും കൂടി ഫ്രണ്ടും ബാക്കും കൂടി ഇതുപോലെ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക.
തയ്യൽ തുമ്പ് പുറത്തേക്ക് കാണാത്ത രീതിയിലാണ് ഞാൻ ഇവിടെ അറ്റാച്ച് ചെയ്യുന്നുള്ളത്, ഷോൾഡറും. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്നത് 2 ഷോൾഡറും ഫേസ് ടു ഫേസ് വരുന്ന രീതിയിൽ വെക്കും, എന്നിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നില്ല. ഇപ്പോൾ ഇതിലാണെങ്കിൽ നമ്മളിപ്പോൾ ലൈനിങ് അടക്കമുള്ള ഒരു ക്ലോത്ത് ആണെങ്കിൽ ഷോൾഡർ അറ്റാച്ച് ചെയ്യുമ്പോൾ 4 ക്ലോത്ത് അവിടെ വരും, ഷോൾഡറിൻ്റെ ഭാഗം. അത് മെയിൻ മെറ്റീരിയലിൻ്റെ ഫ്രണ്ടും ബാക്കും, അതേപോലെ ലൈനിങ്ങിൻ്റെ ഫ്രണ്ടും ബാക്കും, അങ്ങനെ 4 ക്ലോത്ത് ഷോൾഡറിൻ്റെ ആ ഭാഗത്ത് വരുമല്ലോ. പക്ഷേ ഇവിടെ നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ബോഡി പാർട്ടിൻ്റെ ലൈനിങ്ങിൻ്റെ ഒരു ഭാഗം മാത്രം പുറത്തേക്കാക്കുക, ബാക്കി 3 ഭാഗം ഒരുമിച്ച് വെക്കുക. അതിനുശേഷം ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് നമ്മൾ പുറത്തേക്കാക്കി വെച്ചിട്ടുള്ള ലൈനിങ് പാർട്ട് ഉണ്ടല്ലോ, അത് ഇതുപോലെ കവർ ചെയ്തിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്യൽ. പക്ഷേ ഈ ഒരു ക്ലോത്തിൽ നിങ്ങൾക്കത് അത്രത്തോളം ക്ലിയർ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്യാം. സ്ലീവിൻ്റെ ലൈനിങ് എടുത്തിട്ടുണ്ട്. ഈ സ്ലീവിൻ്റെ ലൈനിങ്ങിൻ്റെ നല്ല ഭാഗവും മെയിൻ മെറ്റീരിയലിൻ്റെ നല്ല ഭാഗവും ഇതുപോലെ ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് താഴെ ഭാഗത്ത് നമ്മൾ കൈയിൻ്റെ റിസ്റ്റിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അവിടെ ഇതേപോലെ അരേഞ്ച് വിട്ടിട്ട് ഗ്യാപ്പ് വിട്ടിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് മറിച്ചിട്ടിട്ട് ആ ഭാഗത്തും ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ലൈനിങ്ങും മെയിൻ മെറ്റീരിയലും ഫുള്ളായിട്ട് ഇതുപോലെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആം ഹോളിൻ്റെ ഭാഗത്തേക്ക് സ്ലീവും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ബോഡി പാർട്ടിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്കേർട്ടിൻ്റെ ഭാഗം അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഒന്നുകിൽ ലൈനിങ്ങും മെയിൻ മെറ്റീരിയലും ഒരേപോലെ വെച്ചിട്ട് അതൊന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുത്ത ശേഷം ബോഡി പാർട്ടിലേക്ക് അറ്റാച്ച് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ ആദ്യം മെയിൻ മെറ്റീരിയൽ ബോഡി പാർട്ടിലേക്ക് അറ്റാച്ച് ചെയ്തു, അതിനുശേഷം സ്കേർട്ടിൻ്റെ ലൈനിങ് കൂടി അറ്റാച്ച് ചെയ്തു. ഇത് രണ്ടും ഒരുമിച്ച് വേണമെങ്കിലും ആദ്യം രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുത്ത ശേഷം അറ്റാച്ച് ചെയ്താലും മതി. അതിനുശേഷം സ്ലീവ് മുതൽ താഴെ വരെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ജോയിൻ ചെയ്യുന്നതിന് ഇങ്ങനെ സ്റ്റിച്ച് ഇടുന്നതിന് മുമ്പായിട്ട് നമ്മൾ അളവുകളൊക്കെ മാർക്ക് ചെയ്ത് കറക്റ്റാണോ നോക്കണം. ടാപ്പ് വെച്ച് അളന്ന ശേഷം കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അതിലൂടെ ഒന്ന് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. സ്റ്റിച്ച് ഇടുന്ന സമയത്ത് ഈ ഒരു സ്കേർട്ടിൻ്റെ ഭാഗത്ത് വേസ്റ്റിൻ്റെ ഒരു 2 ഇഞ്ച് താഴ്ത്തിയിട്ട്, വേസ്റ്റിൻ്റെ അവിടെ നിന്ന് 2 ഇഞ്ച് താഴ്ത്തിയിട്ട് നിർത്തി വെക്കാം, സൂചി ഒന്ന് കുത്തി വെക്കാം. അതിനുശേഷം ലൈനിങ്ങിലേക്ക് മാത്രം സ്റ്റിച്ച് കൊടുക്കുക. ലൈനിങ്ങിൽ ഫുള്ളായിട്ട് താഴെ വരെ സ്റ്റിച്ച് കൊടുത്ത ശേഷം മാത്രം മെയിൻ മെറ്റീരിയൽ എടുത്തിട്ട് അതിലും സ്റ്റിച്ച് കൊടുക്കുക. അതിനുശേഷം താഴെ ഭാഗം മടക്കി അടിക്കാനുണ്ട്, ലൈനിങ്ങിലും മടക്കി അടിച്ചു കൊടുക്കുക, അതുപോലെ മെയിൻ മെറ്റീരിയലും മടക്കി അടിച്ചു കൊടുക്കുക. അങ്ങനെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയി. ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. അയൺ ചെയ്യാത്തതുകൊണ്ട് അത്ര നീറ്റായിട്ട് കാണുന്നില്ല, നല്ല ഫുൾ ഫ്ലെയർഡ് ആയതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതിൻ്റെ താഴെ ഭാഗം മടക്കി അടിച്ചു കൊടുത്തതല്ല, നമ്മുടെ ടേബിൾ ടോപ്പ് മെഷീൻ ഉണ്ടല്ലോ അതിൽ സിഗ്സാഗ് സ്റ്റിച്ച് വരുന്നത് വെച്ചിട്ട് മടക്കിയിട്ട് അതിൻ്റെ മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താണ്. അങ്ങനെ ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയാണ് കാണാൻ ഈ ഒരു ഫ്ലെയർഡ് ആയിട്ടുള്ള ഡ്രസ്സിനല്ലോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയും ഡ്രസ്സും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യണേ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ.